ഒരിക്കൽ ഞങ്ങളുടെ ചാപ്പലിൽ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. ചാപ്പലിന്റെ മുമ്പിലും വഴിയിലും അവർ നിന്നിരുന്നു. അകത്തു നിൽക്കാൻ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ഒരു തിരുനാളിനു വേണ്ടിയെന്ന പോലെ ചാപ്പൽ അലങ്കരിച്ചിരുന്നു. അൾത്താരയുടെ സമീപം ധാരാളം വൈദികർ നിന്നിരുന്നു. ഞങ്ങളുടെയും മറ്റു സഭാസമൂഹങ്ങളിലെയും സിസ്റ്റേഴ്സ് അതിനടുത്തായി നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും അൾത്താരയിൽ ഇരിക്കാനുള്ള വ്യക്തിയെ കാത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അൾത്താരയിൽ ഇരിക്കേണ്ട വ്യക്തി ഞാനാണെന്ന ഒരു ശബ്ദം കേട്ടു. ചാപ്പലിലേക്ക് പ്രവേശിക്കാൻ ഇടനാഴി വിട്ട് എന്നെ ക്ഷണിക്കുന്ന ശബ്ദത്തെ ഞാൻ പിന്തുടർന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാലിന്യം, കല്ല്, മണ്ണ്, ചൂല് എൻ്റെ നേർക്കെറിയാൻ തുടങ്ങി. അതിനാൽ ഞാൻ മുൻപോട്ട് പോകാൻ മടിച്ചു. പക്ഷേ ആ ശബ്ദം കൂടുതൽ നിഷ്കർഷയോടെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഞാൻ ധൈര്യപൂർവ്വം നടന്നു. ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ സുപ്പീരിയേഴ്സും സിസ്റ്റേഴ്സും വിദ്യാർത്ഥികളും എൻ്റെ മാതാപിതാക്കൾ പോലും അവർക്ക് പറ്റുന്ന വിധത്തിൽ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനാൽ എനിക്കിഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ഞാൻ വേഗം അൾത്താരയിൽ എൻ്റെ സ്ഥലത്തിരുന്നു. ഞാൻ അവിടെ ഇരുന്ന ഉടനെ ഈ ജനം തന്നെ, വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ്, സുപ്പീരിയേഴ്സ്, എൻ്റെ മാതാപിതാക്കൾ തുടങ്ങി എല്ലാവരും കൃപകൾക്കായി എൻ്റെ നേരെ കൈകൾ ഉയർത്താൻ തുടങ്ങി. ഇപ്രകാരം അവർ എന്നോട് പ്രവർത്തിച്ചതിന് യാതൊരു വിരോധവും എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, എനിക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗം എന്നെ എത്തിച്ച ഇവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നുകയും ചെയ്തു. ആ സമയത്ത് തന്നെ എൻ്റെ ആത്മാവ് അവർണ്ണനീയമായ ആനന്ദത്താൽ നിറഞ്ഞു. ഞാൻ ഈ വാക്കുകൾ കേട്ടു: നിന്റെ ആഗ്രഹം പോലെ ചെയ്യുക. നീ ആഗ്രഹിക്കുന്നവർക്കും നീ ആഗ്രഹിക്കുന്ന സമയത്തും നിന്റെ ഇഷ്ടം പോലെ കൃപകൾ വിതരണം ചെയ്യുക. പെട്ടെന്ന് ആ ദർശനം അപ്രത്യക്ഷമായി.